ഇപ്പോൾ എക്സാമൊക്കെ ഈ അവസ്ഥയിലായതുകൊണ്ട് ഇനി അടുത്തൊരു റിപ്പീറ്റ് എന്നുള്ള ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികളോട് എന്താ പറയാനുള്ളത്? അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയില്ലേ, എക്സാം എഴുതുമ്പോൾ പ്ലസ് ടുത്തെ നമ്മളൊരിത് വെച്ചിട്ട് നമ്മൾ അപ്പോൾ ഫസ്റ്റ് ഒരു നീറ്റ് എഴുതുമ്പോൾ എന്താ വിചാരിച്ച് ഓക്കെ പഠിച്ചാൽ കിട്ടും. പക്ഷെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിനോട് ചോദിക്കുമ്പോൾ നീറ്റ് തന്നെയല്ല, ആ പരിപാടിക്കേ ഇല്ല, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അത്രത്തോളം ഒരു പേടി ഇപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ വന്നിക്കണ് ശരിക്കും. പക്ഷെ അവരോട് പറയണത് എന്താ, കോമ്പറ്റീഷൻ കുറഞ്ഞ് ഈ വർഷത്തെ ടഫായെന്ന് വെച്ചാൽ അടുത്ത പോലത്തെ ടഫാണെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പോൾ കട്ട് ഓഫ് ഇപ്പോൾ ഏകദേശം 520-30-40 റേഞ്ചല്ലേ പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് അടുത്ത പോലെ ഒരു 600 എത്തിക്കാനായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓല് തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര കുറയുന്നു കട്ട് ഓഫ്. അപ്പോൾ അടുത്ത പോലെ എന്തായാലും കുറച്ചുകൂടെ സിമ്പിളാവുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഞാനടക്കും പലരും. ഇവിടെ എന്ത് നടന്നാലും ലൈക്ക് എങ്ങനെ പേപ്പർ വന്നാലും നമ്മളുടെ ഒരു എഫേർട്ട് എന്താണോ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കും നമ്മുടെ ഈ റാങ്ക് എന്ന സംഭവം വരാൻ പോകുന്നത്. അപ്പം നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അതുതന്നെയായിരിക്കും നമ്മൾ റാങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ടഫാന്നിപ്പോൾ കണ്ട് പേപ്പർ, അടുത്ത പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ടഫാവും, ചിലപ്പോൾ ഈസി ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് അങ്ങോട്ട് ഇടാം. ഇപ്പോൾ നമ്മുടെയൊക്കെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഈസി പേപ്പേഴ്സ് കണ്ടിട്ടാണ് വന്നത്. പെട്ടെന്ന് ഇങ്ങനെ ടഫ് പേപ്പർ കാണുമ്പോൾ നീറ്റിനാണ് കേട്ടോ, ഇവിടുത്തെ പേപ്പറല്ല ആർക്കറിയാം. നീറ്റിനിങ്ങനെ പൊതുവെയൊക്കെ അത്ര ടഫൊന്നും വരില്ല. പക്ഷേ ആ ഒരു നീറ്റ് എക്സാം കയറിയപ്പോൾ നല്ല ടഫ് പേപ്പർ, ആ ഒരു സംഭവം. പിന്നെ ഒരാളിങ്ങനെ പേപ്പർ എടുത്ത് കാണുമ്പോൾ അയ്യോ ഇത് പോയല്ലോ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. മീൻസ് ലൈക്ക് ഒരു റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിയാണെങ്കിലും ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കുന്നൊരു കുട്ടിയാണെങ്കിലും പേപ്പർ ടഫായിരുന്നു. ഞാൻ ഒന്നുകൂടി ഇത് ചെയ്യണം, എൻ്റെ ഡ്രീമാണിത്, എനിക്കിത് വേണം. എന്നാലും ഇതിനിങ്ങനെ ഒരു വർഷം കൂടി ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നടക്കുമോ, ആ ഒരു ഡൗട്ട് നമ്മൾ ശരിക്കും വെക്കാൻ പാടില്ല. ഓക്കെ, ആ ഒരു പേടിയൊക്കെ ഉണ്ടാവണം. ആ ഒരു പേടിയാണ് നമ്മളൊരു ഒരു ഫയറായിട്ട് എടുക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എഫർട്ട് നമ്മൾ മാക്സിമം അങ്ങോട്ട് ഇടുക, സ്ട്രെസ്സ് മാക്സിമം ഒഴിവാക്കുക. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രോസസ്സ് ചെയ്യാൻ കാര്യങ്ങൾ കിട്ടാൻ ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ്. മാക്സിമം എഫർട്ട് ഇട്ട് മാക്സിമമായിട്ട് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ നോക്ക്, റിലാക്സ് ആയിട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇത്രയൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, സ്ട്രെസ്സ് ഒഴിവാക്കാം. നമ്മളിപ്പം കഴിഞ്ഞ വർഷം നല്ല ടഫായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചിട്ട് അടുത്ത വർഷം ഭയങ്കര ടഫായിരിക്കും. അതോ നമ്മൾ ഭയങ്കര ലെവലിൽ പഠിക്കുകയാണ്, ലെവലിൽ പഠിച്ച് ലാസ്റ്റ് സത്യം പറയട്ടെ നമ്മൾ ഈ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചിലപ്പോൾ എക്സാമിന് ഒരു സിമ്പിൾ പേപ്പർ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗോട്ടിൽ അങ്ങനെ നിർത്തുന്നില്ല. ഗോട്ട് കഴിഞ്ഞ് ഫസ്റ്റ് നമുക്കൊരു സെറ്റ് ഓഫ് പേപ്പർ ഉണ്ടായി, പിന്നെ അടുത്ത സെറ്റ് തുടങ്ങിയപ്പോൾ എല്ലാം ചെറിയ ക്വസ്റ്റ്യൻസിൽ പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ പിന്നെ ഒന്നുകൂടി അങ്ങനെ എല്ലാം നീറ്റ് മോഡൽ തുടങ്ങിയപ്പോൾ എല്ലാം മിക്സ് ചെയ്തപ്പോൾ നമുക്ക് പ്രശ്നം തോന്നിയില്ല. ടഫും ബാലൻസ് ചെയ്യാൻ പറ്റും, ഈസിയും ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ലെവലിലാണ് പഠിക്കേണ്ടത്. മൊത്തം പഠിക്കണം, എന്നാലും മൊത്തത്തിൽ ടഫും അല്ല, മൊത്തത്തിൽ സിമ്പിളും അല്ല, മൊത്തത്തിൽ മോഡറേറ്റും അല്ല, എല്ലാം അങ്ങനെ തൊട്ട് പോകണം. അങ്ങനല്ലേ? എടാ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എത്രത്തോളം ടഫായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഡോക്ടർ ആവണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഒരിക്കലും ടെൻഷൻ ആവണ്ട, കൂളായിട്ടിരിക്കുക, എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള റിസൾട്ട് എന്തായിരിക്കും, ഡോക്ടറിന് നിങ്ങളുടെ പേരിൻ്റെ അപ്പുറത്ത് എന്തായാലും വരും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇവിടുത്തെ എക്സാംസ് ലാസ്റ്റ് കുറച്ച് ടഫായപ്പോൾ ഇവിടെ വച്ചിയമ്പളി ഉണ്ടാക്കിയത്? അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. എക്സാം അവിടെ എല്ലാ ടൈപ്പ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ നീറ്റ് എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് സിമ്പിളായിരിക്കും, ഇടയ്ക്ക് ടഫായിരിക്കും, മോഡറേറ്റ് ആ ലെവലായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാ ടൈപ്പ് എക്സാം, നീറ്റ് എങ്ങനെയാ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ടൈപ്പ് എല്ലാ ടൈപ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സാം എഴുതുമ്പോൾ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ എന്ത് ടഫാണ് ഈ സാധനം, നീറ്റ് എക്സാമൊക്കെ സിമ്പിളായിരിക്കും. ഞാൻ ഇവരടുത്തൊക്കെ എപ്പോഴും പറയും എക്സാമൊക്കെ സിമ്പിളാക്കുക, എന്തിനാണ് ഇവർ ഇങ്ങനെ വെറുതെ ടഫ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. പക്ഷേ നീറ്റ് എക്സാം എഴുതുമ്പോൾ എനിക്ക് മനസ്സിലായി JPs ആയിരുന്നു അടിപൊളി. പക്ഷേ സംഭവമുണ്ട്, നമുക്കിവിടെ ഒരു എക്സാം നടത്തി, ആ ടഫായിരുന്നു വിചാരിച്ചോ, അതിൽ മാർക്സ് എല്ലാം അവിടെ കുറയും. പക്ഷെ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ ഈസിയും ടഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്വിച്ചിങ്ങൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും വലിയ വ്യത്യാസം നമ്മൾ കാണാനില്ല. അതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ. ടഫായിരുന്നു, മാർക്ക് കുറവാണ്, പക്ഷെ എന്നാലും റാങ്കിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് സത്യം. അങ്ങനെ തന്നെ ആയിരിക്കണം.
എന്തായാലും ഇവിടുത്തെ എക്സാംസ് അത്യാവശ്യം ടഫിൽ കുറേ ഇട്ടിട്ടുണ്ട് കയറോ. അപ്പോൾ അത് കാരണം നീറ്റിനും അത്യാവശ്യം ടഫായിരുന്നു, അതിലേറെ ടഫായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം ടഫിലിട്ട കാരണം ആ ഒരു ഫേസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടി. പക്ഷെ ചിലത് കണ്ടപ്പോൾ എന്താ അറിയോ, എനിക്ക് തോന്നി JP8 ആണ് പേപ്പർ ഇട്ടിരിക്കുന്നത് അമ്മാതിരി. പക്ഷെ അങ്ങനെ ഞങ്ങൾ പറയരുത്. നമുക്കിവിടെ എല്ലാ ടൈപ്പ് എക്സാമും വെച്ചുകൊണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് ഗുണം കേട്ടോ. കാരണം എക്സാം ഹാളിൽ നിന്ന് എഴുതി കഴിഞ്ഞ് വരുമ്പോഴുള്ള ടെൻഷനേ ഉള്ളായിരുന്നു. പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇതെല്ലാവരും നമ്മളെ എക്സ്പെക്റ്റഡ് സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വിചാരിച്ച പോലെ ഈ 600+ ആണ് നമ്മളൊരു കട്ട് ഓഫ് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അത് എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ. പക്ഷെ പേപ്പറൊക്കെ നോക്കി എല്ലാവരും അറിഞ്ഞപ്പോൾ പിന്നെ ഈ പുറത്തുനിന്നുള്ള എല്ലാ സെൻറ്റേഴ്സിൻ്റെയും വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി നമ്മളെ സെൻറ്ററിൽ അത്യാവശ്യം റിസൾട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇട്ട്. യെസ്, ആ ക്വസ്റ്റിനെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടോ ഉറപ്പായിട്ടും. നമ്മൾ എല്ലാ ടൈപ്പ് എക്സാമും നടത്തിയോണ്ട് യെസ് നല്ലൊരു ഗുണം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. ഇത് ഫുള്ളും എക്സാം കൂടെ ആയിപ്പോയി, കുറച്ച് വെറൈറ്റി കഥകൾ ഇറക്കാം. അതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കിടന്നുറങ്ങുക, പഠിക്കേണ്ട നേരത്ത് കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കമാണ്, ഒന്നും അറിയുന്നില്ല. തലേന്ന് എക്സാം ആയതുകൊണ്ടോ തോന്നുന്നുണ്ട് ഞാൻ കിടന്നുറങ്ങിക്കുന്നു നല്ല. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞ് JP വന്ന് നീ ഉറങ്ങുന്നത് കണ്ട് നല്ല കേൾക്കും നാളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മാതിരി പേടിച്ച മൂഡിലാണ് പിറ്റേന്ന് SSC എത്തുന്നത്. SSC എത്തിയപ്പോൾ ആഷിക്ക് പറഞ്ഞ് JP നിന്നെ കുറിച്ച് ചോദിച്ചിരുന്നു, അപ്പോൾ ഒന്ന് പോയി കണ്ടേക്കെന്ന് പറഞ്ഞു. ഞാൻ JPൻ്റെ അടുത്ത് പോയി പറഞ്ഞു, JP ഞാൻ നല്ല ഉറങ്ങിയത് തലേന്ന് കാലിൽ വീണെന്ന് പറയും. പറയട്ടെ പറയാ, തലേന്ന് പഠിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഉറങ്ങിപ്പോയത്. അങ്ങനെ പറഞ്ഞപ്പോൾ JPക്ക് ഒന്നും അറിയില്ല, JP വന്നിട്ടുമില്ല, ഒന്നും ആയില്ല. ചെങ്ങായി ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ JP എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ JP ആ നേരത്തെ തമാശയിലെടുത്ത് എന്നെ കളിയാക്കി കണ്ട് വിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും JPൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സംഭവം തെറ്റെൻ്റെ ഭാഗത്താണല്ലോ. അപ്പോൾ ഞാൻ പോയി JPൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ JP ആദ്യം തമാശ കൂടെ പറഞ്ഞെങ്കിലും പിന്നെ JP ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചീത്ത പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചീത്ത തന്നെ പറഞ്ഞു. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആ നേരത്തെ ഉറങ്ങാൻ പാടില്ലേനെന്ന്. എത്ര പഠിച്ചാലും തലേന്ന് ഉറങ്ങിയിട്ടില്ല, പഠിക്കേണ്ട നേരത്തെ നമ്മൾ പഠിച്ചിരിക്കണം. ലിയാന എനിക്കെന്ത് പറയാനല്ലേ? എനിക്കങ്ങനെ കഥ ഒന്നുമില്ല. പക്ഷെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാട്ടോ, ഞാൻ കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ നമ്മൾ പഠിക്കുന്നിടത്ത് കുറേ സ്ട്രെസ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കുറേ സ്ട്രെസ്സ്, ഹോം സിക്നെസ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ പകുതി ബുദ്ധി അങ്ങനെ പോകും, പിന്നെ പകുതി പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ ഈ കൊല്ലം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഈ കൊല്ലം വരുമ്പോൾ അങ്ങനെ സ്ട്രെസ് ഇവിടെ നല്ല ഫ്രീ അല്ല അങ്ങനെ. പിന്നെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കഴിഞ്ഞാലൊക്കെ ഫുള്ള് കരച്ചിൽ പെരേന്നൊക്കെ വരുമ്പോൾ അങ്ങനെ. പക്ഷേ ഈ കൊല്ലം അങ്ങനെയല്ല, അമ്മ പോയി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു ഇതിൽ തന്നെ നല്ല പഠിപ്പൊക്കെ അടിപൊളി കേട്ടോ. പഠിപ്പും അങ്ങനെ ഇതായിട്ടുണ്ട്. ഫുള്ള് ഫ്രീ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനത്തോടെ ഇങ്ങനെ പഠിക്കാം. അതാണ് ഒന്നും കൂടി എഫക്റ്റീവ് എന്നൊക്കെ തോന്നിയത്. കഴിഞ്ഞ കൊല്ലം ഒക്കെ അങ്ങനെ പഠിച്ചതിനെക്കാട്ടി ഇങ്ങനെ പഠിക്കണതാണ് ഒന്നും കൂടി ഒരു ഇതായി തോന്നി. നമ്മൾ സെയിം റൂമിലാട്ടോ, അത് ഞാൻ പറയാം. സംഭവം നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഇവരൊന്നും അറിയില്ല. ഒരു വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ഒപ്പം പഠിച്ച കുറേ ആൾക്കാർ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ റൂം മൊത്തത്തിൽ പുതിയ കുട്ടികളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇത് എങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ആവാം, എനിക്ക് ക്യാരക്ടേഴ്സ് ഒന്നും അറിയില്ലല്ലോ, എങ്ങനെയായിരിക്കും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് അന്നത്തെ എൻ്റെ ഫസ്റ്റ് അനുഭവം പറയട്ടെ. ഞാൻ വന്ന ടൈമിലുണ്ടല്ലോ, ഇവളാണെങ്കിൽ ചൂലും പിടിച്ച് നിൽക്കുക, ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരിക. ഫസ്റ്റ് ഡേ ഇവള് ചൂലും പിടിച്ച്, അപ്പം എനിക്ക് മനസ്സിലായി അങ്ങനൊന്നും പറയല്ലേ, ചെറുതായിട്ടുണ്ട് എന്നാലും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ. ഒരു വെറൈറ്റി എൻട്രീസ് ആയിരുന്നു ഓരോ ആൾക്കാരുടെ. പിന്നെ എന്താണോ നമ്മളിങ്ങനെ ക്ലോസ് ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഡൗട്ട് ക്ലിയറൻസ് ആണ് നമ്മളിങ്ങനെ ക്ലോസ് ആക്കിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. പിന്നെ ഉണ്ടാവും കുറച്ച് ഊക്കലും, എന്താടി ഇങ്ങനെ, എന്താടി അങ്ങനെയൊക്കെ കുറേ അങ്ങനെ നമ്മളൊരു ഒരു ഫാമിലി വൈബായിരുന്നു. പിന്നെ JP ഒപ്പം കയറി കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല. നമ്മൾ സംഭവം എൻ്റെ മിനിക്കോയ് ആണ് സംഭവം. ഇവർ കുഞ്ഞിക്കോയി ആക്കിയതാണ് JP. അത് സ്ക്രിപ്റ്റിൻ്റെ ഒരു തെറ്റായിട്ട് സാർ ഇങ്ങനെ എടുത്തിട്ടാണ് ഇത് കളിയാക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിങ്ങനെ നോക്കുമല്ലോ. കാര്യം എന്താ കാര്യം ഇപ്പോൾ പറയാം. മിനിക്കോയ്
അതിപ്പോൾ മിനിക്കോയ് അപ്പോൾ ലക്ഷദ്വീപിൽ നിന്നാണല്ലോ അപ്പോൾ മിനിക്കോയാണ് സംഭവം. അപ്പോൾ അവിടുത്തെ മിനിയും കോയും പക്ഷെ കോഴിയല്ല എന്നാലും അല്ല സ്പെല്ലിങ്ങിൽ കോഴിയല്ല കേട്ടോ. മൊത്തത്തിൽ എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയാണ് സംഭവം ഇങ്ങനെ ആയത്. പിന്നെ അത് വേണ്ട കേട്ടോ. എൻ്റെ പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ആരാന്ന് പോലും എനിക്ക് വൃത്തിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം വന്ന സമയത്താണെങ്കിൽ ഞാൻ ജെപിനെ കണ്ടപ്പോൾ സാറാണോ ഡയറക്ടർ, ഇത്രയും കമ്പനിയാണ്, അത്രയ്ക്ക് അടിപൊളിയാട്ടോ സാറ്. ഈ JPസിൻ്റെ ഹൈലൈറ്റ് തന്നെ എന്താണ്, JP ആണ്.